പണ്ടില്ലാത്ത നിലപാട് താങ്കൾ ഇപ്പോൾ പറയുകയാണെന്ന് പറയുന്നു CPM. അന്ന് എന്തുകൊണ്ട് മാർക്സിസ്റ്റുകാരാണെന്ന് പറഞ്ഞില്ല? മാർക്സിസ്റ്റുകാരാണ് കൊന്നത് എങ്കിൽ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് രക്തസാക്ഷി ഫണ്ട് നിങ്ങൾ ഏറ്റുവാങ്ങിയത് എന്തിനാണ്? ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു CPM ഇപ്പോൾ. അതായത് അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് പ്രതികൾ ഇവരല്ല. കാരണം പല സംശയങ്ങളും മകൻ മരണപ്പെട്ടതിന് ശേഷം വിശാലമായ അന്വേഷണം നടത്തി. കാരണം അന്ന് മരണപ്പെട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് എല്ലാവരും, അതായത് ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പറാണ്, പൊതുപ്രവർത്തകനാണ്. അതായത് വിശദമായി എല്ലാവരോടും അന്വേഷണം നടത്തി. അന്വേഷണത്തിന് എനിക്ക് മനസ്സിലായത് ഇത് മാർക്സിസ്റ്റുമായിട്ട് കരുതിക്കൂട്ടി ചെയ്യുന്ന കൊലപാതകമാണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ മകൻ സലീം 2 പ്രാവശ്യം വിദേശത്ത് പോയ ആളാണ്. മൂന്നാമത് ഞാൻ അയക്കാൻ നിർബന്ധിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ന്യൂമാഹി പഞ്ചായത്തിൽ ഏടന്നൂർ ദേശത്ത് റെയിലിൻ്റെ മുകളിലൊരു മരണം നടത്തിയിട്ടുണ്ട്. അതായത് അവർ പറഞ്ഞത് റെയ്സ് എന്ന് പറഞ്ഞ ആളാണ്. അവർ പറഞ്ഞത് റെയ്ഡ് തട്ടിയിട്ട് മരണപ്പെട്ടാണ്. അപ്പോൾ എൻ്റെ മകൻ സലീം എന്നോട് പറഞ്ഞു അതല്ല, ഈ ഫസൽക്കലുമായി ബന്ധപ്പെട്ട പല രഹസ്യങ്ങളുണ്ട്, അതിൻ്റെ പേരിൽ അവൻ കൊല്ലപ്പെട്ട്, അതുകൊണ്ടാണ് ഇവനിങ്ങനെ ഭയപ്പെട്ടിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ പുറത്തുണ്ട കുത്തിരുന്നത്. അങ്ങനെയാണ് നിർബന്ധിച്ചാണ് ഗൾഫിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഒന്ന്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇവനന്ന് രാത്രി, അതായത് 2008 ജൂലൈ 21 രാത്രി ഏകദേശം സുമാർ 7 മണിക്ക് ഞാൻ കടയിറങ്ങുന്ന കച്ചവടക്കാരനാണ്. കടൻ്റെ മുമ്പിൽ പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ പുറത്ത് ഇന്നേടിയാണ് പോകുന്നത്. അതല്ല, എൻ്റെ ചങ്ങായിമാർ മാർക്സിസ്റ്റുമായിട്ടിൻ്റെ ആൾക്കാരാണ്, അവർ വിളിച്ചിട്ടുണ്ട്, എന്തോ പറയാനുണ്ട്, വന്ന് പുസ്തകം മുട്ടൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ട് കുറച്ച് കഴിഞ്ഞാലാണ് മരണപ്പെട്ടതായിട്ട് വിവരം എനിക്കറിയുന്നത്. കുറച്ച് ഏകദേശം 9 മണിക്ക് ശേഷം മരണപ്പെട്ട വിവരം ഞാൻ അറിയുന്നത്. അന്ന് ഞാൻ ആകെ ബേജാറി. പല സ്ഥലത്തും ചോദിച്ചാലെല്ലാം മാർക്സിസ്റ്റുമായിട്ടിൻ്റെ പ്രവർത്തനം ഒന്നുമില്ല ആശുപത്രിയിലുണ്ട്, ഒന്നുമില്ല. പിന്നെയാണ് മരണപ്പെട്ടത് അറിയുന്നത്. വിശദമായ അന്വേഷണം നടത്തിയിട്ട് എനിക്ക് മനസ്സിലായ എന്താണെന്ന് പറഞ്ഞാൽ, അന്ന് കാലത്ത് ഉസ്ലമൊട്ടിലും കടാരംകുന്നിൻ്റെ മധ്യത്തിലുള്ള വർക്ക്ഷോപ്പിൻ്റെ മുമ്പിൽ ഒരു 8-9 മണിക്ക് ഇവിടെ 2-3 ആൾക്കാർ വന്ന് ഇത് വീഡിയോ വാടക കൊടുക്കുക, ഇത് ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള സ്ഥല സന്ദർശനം നടത്തിയിട്ട് പോയിട്ടുണ്ട്. അതെല്ലാം പ്രദേശവാസികൾ എന്നോട് പറഞ്ഞാണ്. എന്നതിന് ശേഷം ഈ അന്ന് രാത്രി അക്രമം നടന്നതിന് ശേഷം അടുത്തുള്ള കടയിൽ 1/2 മണിക്കൂറോടെ ഇവനെ കൊണ്ടുപോയി നിർത്തി. അതായത് മാർക്സിസ്റ്റ് പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോയി തലശ്ശേരി കോപ്റ്റീവ് ആശുപത്രിയാണ്. അതൊന്നും കൊണ്ടുപോകാതെ അടുത്തുള്ള കടയിൽ 1/2 മണിക്കൂറോളം കൊണ്ട് നിർത്തി രക്തം പാർന്നതിന് ശേഷം മാഹി ആശുപത്രിയിൽ പോയി. മാഹി ആശുപത്രിയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാലാണ് തലശ്ശേരി കൊണ്ട്. ഇങ്ങനെയാണ് മരണപ്പെട്ട എവിടെയാണെന്നുള്ള രേഖ ഇന്നുമില്ല. കാരണം ഞാൻ ഇതിനു വേണ്ടിയിട്ട്, അതായത് ബോഡിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തലശ്ശേരി മുനിസിപ്പാലിറ്റി പോയി. അവർ പറഞ്ഞു ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അവർ പറഞ്ഞു ഇവിടുന്ന് മരിച്ചിട്ടില്ല. അങ്ങനെ തലശ്ശേരിയിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്തിട്ടാണ് ഞാൻ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത്. അതെ. അപ്പോൾ ഇത് അവൻ്റെ കയ്യിൽ ഒരു 2 മാസത്തോളം 3 മാസത്തോളം തലശ്ശേരി പോലീസോ മറ്റോ ആരും എന്നോട് വന്ന് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഞാൻ പല പ്രാവശ്യം തലശ്ശേരി പോലീസ് സർക്കിളിനോടും DOSനോട് പലരും ആവശ്യപ്പെട്ടു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവൻ്റെ മൊബൈൽ ഫോൺ കണ്ടെടുക്കാതെ? നിങ്ങൾ എന്നോട് യാതൊരു ചോദിച്ചില്ല. എൻ്റെ നിർബന്ധം കൊണ്ടൊരു 3-4 മാസം കഴിഞ്ഞാൽ തലശ്ശേരി സർക്കിൾ ഓഫീസിൽ വെച്ചിട്ട് എന്നോട് ചോദ്യം ചെയ്തു. അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൊബൈൽ ഫോൺ കണ്ടെടുത്താൽ അവനെ വിളിച്ച ആൾക്കാർ ആരാണ് വിളിച്ച് ആ ഫോണിൻ്റെ കണ്ടെടുത്ത സംഗതി മനസ്സിലാവും, അത് ഞാൻ കണ്ടെടുക്കുമെന്ന് പറഞ്ഞു. എന്നതിന് ശേഷമാണ് പിന്നെ DYSP പ്രതിപക്ഷ നേതാവിനും അന്നത്തെ മുഖ്യമന്ത്രിക്കും എല്ലാം ഞാൻ നിവേദനം കൊടുത്ത്, എന്നിട്ട് യാതൊരു നടപടി സ്വീകരിക്കാത്തതിൻ്റെ പേരിലാണ് ഇവരെ ചോദിക്കുന്നവരെ എന്നോട് ശരിയാവും, അടുത്ത് ശരിയാവും, ഫോണിൽ അത് കണ്ടെടുക്കും. അതിന് ശേഷം കടാരംകുന്ന് പ്രദേശത്തിലുള്ള മാർക്സിസ്റ്റുമായിട്ട് നമ്മുടെ സ്നേഹിതന്മാരുണ്ട്, സഹോദരത്ത് ഇന്നും എൻ്റെ സ്നേഹിതന്മാരാണ്. അവരിൽ K. ചന്ദ്രൻ ഒരാൾ വേണ്ടി ചോദിച്ചു, എല്ലാ പിന്നെ നിങ്ങളെ പ്രവർത്തനം അവൻ്റെ ഫോൺ എവിടെയാണ്, നിങ്ങൾ ഫോൺ അന്വേഷിക്കണം, ഞങ്ങളുടെ കയ്യിൽ ഭദ്രമാണ്, ആരെടുത്തുള്ളത്. അത് ഞാൻ എടുത്തിട്ട് ബാബുട്ടി, അതായത് പഞ്ചായത്ത് പ്രസിഡൻ്റായത്, ഇതിനു ശേഷം പഞ്ചായത്തിലുണ്ട് അനിൽകുമാർ, അന്ന് പാർട്ടിൻ്റെ സെക്രട്ടറി സെക്രട്ടറി ബാബുട്ടിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കഴിഞ്ഞ് കുറേ കാലം ബാബുട്ടി കഴിഞ്ഞാൽ അവൻ്റെ കൂടെ നടക്കുന്ന സഹപ്രവർത്തകനുണ്ട് സന്തോഷ്, അതായത് ഓനെ ആത്മഹത്യ ചെയ്താണ്. ഓനെ വീഡിയോ കടയിൽ വന്നിട്ട് ഞാൻ ചോദിച്ചു, ഇവൻ്റെ ഫോൺ എവിടെ? യൂസുഫ നിങ്ങളെ ഫോണിനെ പറ്റി അന്വേഷിക്കണ്ട, ആ ഫോണ് എൻ്റെ കയ്യിലായിരുന്നു കിട്ടി, അതിൽ രക്തക്കറിയും മറ്റേ മാംസത്തിൻ്റെ കഷ്ണലുണ്ട്. എന്നിട്ട് അതായത് അനിൽകുമാർ, അതായത് മാർക്സിസ്റ്റ് അന്ന് ലോക്കൽ സെക്രട്ടറി അനിൽകുമാറിൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. ഇപ്പം പിന്നെ പഞ്ചായത്തിലുണ്ടായ ആളാണ്. ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ പല പ്രാവശ്യം ഇതിനെപ്പറ്റി ഫോണിനെ പറ്റി ആവശ്യം യാതൊരു നടപടിയുമില്ല. എന്നതിന് ശേഷം ഞാൻ ക്രൈം ബ്രാഞ്ച് അന്വേഷണം വേണ്ടി ഗവൺമെൻറ് കൊടുത്തു. ക്രൈം ബ്രാഞ്ച് അന്വേഷണം തലശ്ശേരി പഴയ പോലീസ് സ്റ്റേഷനിൽ എന്നെ കുറേ കാലം കഴിഞ്ഞ് ചോദ്യം ചെയ്തു. അതിലും ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നടക്കാത്തതിൻ്റെ പേരിലാണ് കുറേ പല പ്രാവശ്യം, അതായത് 2-3 കൊല്ലത്തോളം കഴിഞ്ഞതിന് ശേഷം പല പ്രാവശ്യം നിർബന്ധിച്ചാണ്
എറണാകുളത്ത് പോയി അഡ്വക്കേറ്റ് രാംകുമാർ മന്ത്രം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്തു. അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട് സംഗതി ഇങ്ങനെ.